എന്നെ ഉയർത്തണമെങ്കിൽ ഉയർത്തുവാൻ ഒരു കാരണം, ഉയർത്തുവാൻ ഒരു സ്ഥലം, ഉയർത്തുവാൻ ഒരു സമയം. ഒന്ന് പറഞ്ഞേ. യേശു ഈ പരിചയപ്പെടുത്തൽ നടത്തുമ്പോൾ യേശുവിന് അറിയത്തില്ലേ ഇവൻ തള്ളുവെന്ന്? യേശുവിന് അറിയത്തില്ലേ കോഴിയൊക്കെ ഇവനോട് ഇടപെടണമെന്ന്? യേശുവിന് അറിയത്തില്ലേ ഇവൻ പടകെടുത്ത് വീണ്ടും മുക്കുവനായി തീരുമെന്ന്? ഇതെല്ലാം അറിഞ്ഞിരിക്കെ യേശു കർത്താവ് തൻ്റെ ശിഷ്യഗണങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ പറയുകയാണ്, ഒന്നാമൻ പത്രോസ്. ന്യായമായിട്ടും ചിന്തിക്കാം, സബദീ പുത്രന്മാരെന്നറിയപ്പെടുന്ന യാക്കോബിനെയും യോഹന്നാനെയും യേശുവിൻ്റെ അമ്മയുടെ സഹോദരിയുടെ പുത്രന്മാരാ, ഫസ്റ്റ് കസിൻസാ. അപ്പൊ അവർക്കാണ് ന്യായമായിട്ടും സ്ഥാനം ലഭ്യമാകേണ്ടത്. കാര്യം യേശുവിൻ്റെ അമ്മയുടെ സഹോദരി പുത്രന്മാരാ അവര്. പക്ഷെ അവരെ ഒന്നുമല്ലാതെ ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത പത്രോസിനെ യേശു പരിചയപ്പെടുത്തുകയാണ്, ഇവൻ അപ്പോസ്തലന്മാരിൽ ഒന്നാമൻ. ഒരു യോഗ്യതകളുമില്ല തനിക്ക് ഉയരുവാൻ. പക്ഷെങ്കിൽ എന്നെ ഉയർത്തി അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ എന്നെ ഒന്നാമനാക്കിയെങ്കിൽ എൻ്റെ അത്രത്തോളം ഒന്നും നിങ്ങൾ യേശുവിനെ തള്ളിയിട്ടില്ല. അങ്ങനെയെങ്കിൽ തള്ളാത്ത നിങ്ങളെ എത്രത്തോളം ഉയർത്തും. അതിനായിട്ട് നിങ്ങൾ അവൻ്റെ കരത്തിൻ്റെ കീഴെ ഒന്നിരുപ്പീൻ, അവൻ നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും.